എന്താ ഇവിടെ പതുങ്ങി നിക്കണേ? കിണറ്റിൽ എന്തെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാനാണ് പരിപാടിയെങ്കിൽ വേണ്ടാട്ടോ. ഞാൻ അച്യുതൻകുട്ടിയേട്ടനെ വിളിക്കും. ഞാൻ പോയി. അതാ നല്ലത്. എന്റെ രാമോരെ തൽക്കാലം നീട്ടി പിടിക്കുക. ബാക്കിയോ? ബാക്കി ഇതുപോലെ തരാം. എന്നെ ഇനി ഇങ്ങനെ നടത്തിക്കരുത്. നടക്കേണ്ടി വരും. എടാ നിന്റെ കാശ് എന്റെ ഇലവ ഞാൻ എത്ര നടന്നു. ഇനി ഇത് നിന്റെ കിട്ടാൻ നീ ഇന്ന് അടക്കണം. ഫോണില് പറഞ്ഞ കൊടുത്ത തന്നെ വേണം പറയാൻ. അമ്മേ, ഈ അലമാരിയിൽ വെച്ച കാശ് കാണില്ല. അച്ചൂട്ടി ഇതിനകത്ത് കയറി പമ്മി തിരയുന്നത് ഞാൻ കണ്ടു. മോളെ, അവൻ കട്ടതാവും. ആ തെക്കുംപുറത്തൊരുത്തരുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു എന്താ അവന്റെ പേര്, അവന്റെ ഭാര്യയ്ക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്ന്. മിനിസ്റ്ററും ഞാനും ക്ലോസ് ആണെന്ന് അറിഞ്ഞിട്ട് വന്ന തിരുവനന്തപുരം വരെ ഒന്ന് പോയാ മതി. ഉറുപ്പി 50,000, അത് മുൻകൂർ തരാമെന്ന്. മുഖം അടച്ചൊരു ആട്ടു കൊടുത്തിയാൻ. അച്യുതൻകുട്ടിയെ കൂടി അഴിമതിയുടെ അഴുക്കിയാലും വീഴ്ത്താനാ. നീ എന്റെ ഷർട്ട് മുണ്ട് വിസിരിട്ടോ. ആ പണം ഇങ്ങ് തന്നേക്ക്. ഏത് പണം? ഭാമയുടെ ആവശ്യത്തിനു വേണ്ടി പലരുടെ കയ്യിൽ നിന്ന് വേർന്ന് ഞാൻ ഉണ്ടാക്കിയ രൂപയത്. അവളോട് പറഞ്ഞ അവധിയല്ല ഇപ്പൊ തന്നെ തെറ്റി. ഇന്നെങ്കിലും അവക്കത് കൊടുത്തയച്ചില്ലെങ്കില്. എന്താ മനസ്സിലായില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ പണം കട്ടുന്നു. ഏട്ടനെടുത്തുണ്ടാവും. നീ കണ്ടോടി ഞാൻ എടുക്കുന്ന? വേറെ ആരും അത് ചെയ്യില്ല. അതിങ്ങ് തരൂ ഏട്ടാ. ഗതി കെട്ട് നിക്കാ ഞാൻ. ഇനി കൈ നീട്ടാൻ അറിയണ ആരും ഈ നാട്ടിലില്ല. കുരുത്തം കെട്ടവളെ, അച്ഛൻകുട്ടി എന്നെ കള്ളനൊക്കെ നീ അച്ഛൻകുട്ടി മഹാഭാവം ചെയ്യല്ലേടാ. ഞാൻ എന്റെ മുഖത്തൊക്കെ ഞാൻ കള്ളനെന്ന് പറഞ്ഞ് എവിടെ ഉണ്ടല്ലോ. തല്ലിക്കോട്ടമ്മേ, എനിക്ക് ആ പണം തിരിച്ചു തന്നാ മതി. പിന്നെയും പറയണേ കേട്ടോ, കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടെ എച്ച് കാശ് കട്ടെടുക്കേണ്ട ഗതികാട് അച്ഛൻകുട്ടിക്ക് വന്നിട്ടില്ല. ആടാ, അങ്ങനെ അവൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് 3 നേരം മിഷ്ടാനം തിന്നുന്ന നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് ഗതികേടാണ് വരേണ്ടത്? ചവിട്ടി കൊന്നോളഞ്ഞ വേണ്ട, അഹങ്കാരം ഞാൻ മാറ്റിത്തരാം എല്ലാറ്റിട്ടും. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. എന്റെ പേരിലായി വീടും പറമ്പൊന്നും മറക്കണ്ട. കിട്ടുന്ന വിലക്ക് ഇതും വിറ്റിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. പിന്നെ പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും തള്ളയും മക്കളും. ഈ തള്ളയ്ക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ജീവിതം മറന്ന ഒരു പെണ്ണ് പോലും കെട്ടാതെ ജീവിച്ച എന്നോടായി നെകളിപ്പ് കാട്ടണം. കാശ് കെട്ടുന്നു. ഇക്കാലം കൊണ്ട് അച്യുതൻകുട്ടി ഇടത്തെ കൈ കൊണ്ട് ചെലവാക്കിയ കാശിന്റെ കണക്കെടുത്താൽ അത് ലക്ഷങ്ങളാ. ഇക്ക ഇത് തന്നെ വീട്. ഈ വണ്ടിയുടെ എടുത്തൂട് അച്ചോട്ടാ. ആരാടാ? കോള, നല്ല ബെസ്റ്റ് കോള. അച്ചോട്ടാ നമസ്കാരം. എവിടെന്നാ? അച്ചോട്ടാ ബിച്ചുവാ. ഏത് പിച്ച? അലുവിയാജി, ചാവക്കാട്ടെ ഡ്രൈവർ ബിച്ചു. ഞാൻ ഇപ്പൊ മൂപ്പര കൂടിയാ. നീ അലവിയാജിയെ വാഷ് ചെയ്ത് കിടത്തി പുതിയ കേസ് പിടിച്ചോ. ഇതാരാടാ? ഉണ്ണി അവറാൻക. കൂടെയുള്ളത് മോന ഉണ്ണി മോയി. മൂപ്പര് ചെറിയൊരു കുടുക്ക് പെട്ടിരിക്കും. നിങ്ങൾ വിചാരിച്ചാലേ കഴിച്ചിലാക്കാൻ പറ്റും. ഗുണം ഉണ്ടാവോ? ഉണ്ടാവും. നിങ്ങളൊന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? ഞമ്മക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. നിങ്ങളെ വിളിച്ചോണ്ടാവാൻ വന്നതാ. വരാൻ എനിക്ക് സമയവും സൗകര്യം ഉണ്ടോന്ന് ആദ്യം ചോദിക്കണം. ഫീൽഡ് പൊളിറ്റിക്സ് ആണെങ്കിലും 24 മണിക്കൂർ സൗജന്യ സേവനത്തിന് തയ്യാർ എന്ന് പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ഉണ്ടോ? ഉപ്പ, നിങ്ങൾ വിവരിക്കട് പറയല്ലേ. സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണം. ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ്. കൂടെ വരാൻ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് എവിടെയും ചെന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു എക്സ്ക്ലൂസീവായ. അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഞമ്മള് ബേജാറോണ്ട് പറഞ്ഞ നിങ്ങളെ ക്ഷമിച്ചാളെ. സാറ് വണ്ടിയിലേക്ക് കയറി. 1 minute. കണ്ടോടി, ആണുങ്ങളെ കാണാൻ യോഗ്യന്മാര് വരുന്ന കണ്ടോ? വരും. അതാണ് തെച്ചിക്കാട്ട അച്യുതൻകുട്ടിയുടെ സ്റ്റാറ്റസ്. വണ്ടി എടുക്കണോ? ഹലോ, RB സാറുണ്ടോ? ആരാ? ഇത് മിസ്റ്റർ അച്യുതൻകുട്ടിയാണ്. ഫിലിപ്പാണോ? നമസ്കാരം. തെച്ചിക്കാടാണേ. അതെ, നമ്മുടെ പാർട്ടീസ് ഇവിടെ ഉണ്ട്. ഫണ്ട് റെഡിയാവാൻ ഒരു ചെറിയ ഡിലേ. സാർ ഹൈദരാബാദ്, ബാംഗ്ലൂർ വന്നിട്ട് ദുബായ്. ഓഹോ, ഞാൻ നേരിട്ട് വരാം. യെസ്, ഫണ്ട് റെഡിയാവും. നോ ചേഞ്ച്. ഓക്കെ. RB ഹൈദരാബാദില. നായിഡു വിളിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും. അവര് ഭയങ്കര ക്ലോസ് അല്ലേ. RB നായരാണോ SM കൃഷ്ണയാണോ കർണാടക ഭരിക്കുന്നത്? ടോപ്പ് ലെവലിൽ ബാംഗ്ലൂരിലെ ടോക്ക് അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ,
ഇത്രയ്ക്ക് സമുദായ സ്നേഹിയായ ഒരു മനുഷ്യൻ. പ്രതിയാണോ വാദിയാണോ എന്ന് നോട്ടമില്ല. ആള് നായരാണെങ്കിൽ സ്പെഷ്യൽ പ്രിഫറൻസാ. 10 ലക്ഷം തികച്ചെന്നെ കൊടുക്കണം അല്ലേ അച്ചു സാറേ? ചാമരാജനഗറിലും ഹുസൂറിലും 4 ഗ്രാനൈറ്റ് ക്വാറിയാണ് പകരം ഉണ്ണിയവറാനെ കയ്യിലേക്ക് വരുന്നത്. വാപ്പയ്ക്കും മോനും പിന്നെ ഈ പിച്ചയ്ക്കും കൂടി ഇനിയുള്ള കാലം മുഴുവൻ കല്ല് പൊട്ടിച്ചും കയറ്റി വെച്ചും കളിക്കാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ മുന്നിലുള്ളൂ. ആ വഴി തുറക്കാനാ ഈ 10 ലക്ഷം. വെണ്ടർ ശിവൻപിള്ളയുടെ മോൻ കൃഷ്ണകുമാറാണ് തൽക്കാലം സഹായിക്കാൻ നിക്കാനോട് ഏറ്റിരിക്കുന്നത്. ആളെ അറിയില്ലേ? ഏത് പിള്ളേരുടെ മോനായാലും വേണ്ടില്ല. ആർമി നേർ അടുത്തവണ നാട്ടിൽ വരുമ്പോ നമ്മൾ പോകുന്നു, ക്യാഷ് മുന്നിൽ വെച്ച് കാര്യം നേടിയെടുക്കുന്നു. മുങ്ങിച്ചാവണവന്റെ മുമ്പിൽ കിട്ടണ കച്ചിത്തുരുമ്പാ ഇത്. പടച്ചോനെ, ഇതിൽ ഈ എന്നെ കര കയറ്റി തരണേ. ഇതിൽ രക്ഷപ്പെട്ടോളെന്ന് പറഞ്ഞിട്ടാ കൃഷ്ണകുമാർ പണം തരുന്നത്. ഇന്റെ മുഴുവൻ കഥ ആ കുട്ടിക്ക് അറിയാം. കാര്യമെല്ലാം നടന്നു കഴിഞ്ഞാ പിന്നെ ഈ കുട്ടിയെ മറക്കാതിരുന്നാ മതി. അത് ചേടാ, അങ്ങനെ കാണാൻ ഒക്കുകയല്ല. ഗുരുവായൂർ തൊഴാമെന്ന വരവാ. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സേലത്ത് പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാ. ഈ തള്ളുനിരക്കം കണ്ടിട്ടേ എന്നെ പറയാത്ത തെറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനില്ലേ ഫിലിപ്പേ? തെച്ചിക്കാടാ. വാ വാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിയുന്നേ പ്ലീസ്. കൊണ്ടുവന്നിട്ടുണ്ടോ? റെഡി. വാ, എല്ലാരും കൂടെ വേണ്ട, അച്ഛൻകുട്ടി മാത്രം വാ. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടത്തേക്ക്. സാറേ, പടച്ചോനെ നല്ലോം വിചാരിച്ചിട്ട് വേണം അത് കൊടുക്കാൻ. ഞാൻ ഇന്നെ തന്നെ പണയം വെച്ചിട്ട് വാങ്ങിയ കാശാ. എടോ, ഈ പെട്ടിയിൽ RB സാറ് തൊടുമ്പോ തന്റെ ജാതകം മാറിയെന്ന് കുട്ടിക്കോ? ഫിലിപ്പേ, അച്യുതൻകുട്ടി നായരുടെ ഫയൽ എന്റെ പേഴ്സണൽ ബാഗിൽ തന്നെ വെക്കണം. ബാംഗ്ലൂരിൽ ചെന്ന മറ്റു പ്രോഗ്രാംസ് ഒക്കെ മാറ്റിവെക്കുക. പ്രയർ ഇമ്പോർട്ടൻസ് ഈ പ്രശ്നത്തിനാവണം. ആൻഡ് വിത്തിൻ അവേഴ്സ് എനിക്ക് റിസൾട്ടും കിട്ടിയിരിക്കണം. സർ, തിരക്കാണ് അച്യുതൻ നായരെ. അറിയാം. ബാംഗ്ലൂർക്ക് വരണം. ഓ, സ്വസ്ഥമായി കുറച്ച് സമയം നമുക്ക് അവിടെ കിട്ടും. ഓ, യു ആർ എ ഗ്രേറ്റ് മാൻ സർ. എന്റെ കുട്ടി, നീ അയാളുടെ അച്ഛനമ്മയും കണ്ടില്ലേ? അങ്ങനെയുള്ള കൂട്ടരുടെ കഴിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നീ ചെയ്ത പുണ്യത്തിന്റേതാ. പിന്നല്ലാതെ അതിനൊന്നും ഞാൻ എതിര് പറയണില്ല വാസുവേട്ടാ. പിന്നെ എന്തിനാണ് നീ ഈ എതിര് പറയണേ? അതൊന്ന് കേക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വീടിന്റെ സ്ഥിതി, ഭാമയുടെ പഠിത്തം. നീ വീടും വീട്ടുകാരെ മറന്നിട്ട് കൂടെ പോണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. നിന്റെ പ്രയാസങ്ങൾ മുഴുവൻ പങ്കുവെക്കാൻ ഒരാളായിട്ട് കൂട്ടാനാ വാസുവേട്ടനോട് പറഞ്ഞത്, അല്ലേ വാസുവേട്ടാ? ഈ അച്ഛനും അമ്മയും 2 ജാതിയാന്നുള്ള കാര്യം എല്ലാ അച്ഛനും അമ്മയും 2 ജാതി തന്നെയാ, ആണും പെണ്ണും. അതൊക്കെ വാസുവേട്ടൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ. ആദ്യം വീട്ടിൽ അമ്മയോട് കാര്യം പറ, അത് ടീച്ചർ ഹാൻഡിൽ ചെയ്യും. ബാക്കി ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാൻ മുടക്കൊന്നും പറയണില്ല, ആരച്ച ഹാൻഡിൽ ചെയ്യൂ. വാ ഭദ്രേ, ഈശ്വര നിശ്ചയം ഇതെന്ന് കരുതുകൂട്ടി. കാലം കുറച്ചായില്ലേ നീ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ചേച്ചി. യോ, ആ പയ്യനെ ചേച്ചി ഒന്ന് കാണണം. നല്ല തങ്കപ്പെട്ട കുട്ടിയാ. ഓവറാക്കണ്ട. നീ പൊടിയോടുന്നു. അല്ല, ഇവളിങ്ങനെ മദർ തെരേസയ്ക്ക് പഠിക്കണോണ്ട് ആർക്കാ ഇപ്പൊ ഗുണം? ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്ന് പറഞ്ഞാലും അതിന് ഇവിടെ തനിച്ച് സഹിക്കേണ്ട കാര്യമില്ല. അച്ഛൻകുട്ടിയേട്ടൻ ഒരു പെണ്ണ് കെട്ടിക്കൂടെ? ആരെ കിട്ടാനാ? ഏജൽപ്പോ ഓവറായി എന്ന് വെച്ചാലും മരുന്നിനെങ്കിലും ഒന്നിനെ കിട്ടാണ്ടിരിക്കോ? മഹാഭാവം പറയല്ലേ. എന്നിട്ട് വേണം ഞാൻ വേറൊരു പെണ്ണിന്റെ കണ്ണീരും കൂടി കാണാൻ. ബാമ പഠിത്തം കഴിഞ്ഞ് വരട്ടെ. എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ഇനി അവള് നോക്കണം ഇവിടത്തെ കാര്യങ്ങള്. ഇനി ഇല്ലാന്നാ പറയണതെങ്കില് 3 തള്ളാരുടെ ജീവൻ ഒടുക്കിട്ടെങ്കിലും എന്റെ മോക്കൊരു ഭാവി ഉണ്ടാവണം. അമ്മ എന്തൊക്കെയായി പറയണേ? ഞാൻ അവളെ വിളിച്ചെന്ന് കാര്യം പറയട്ടെ. വിളിക്ക്. ഇത് കേൾക്കുമ്പോ അവക്കും സന്തോഷേ ആവുള്ളൂ. വിളിക്കടി. എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെ എടുപിടിയെന്നൊരു തീരുമാനം പറയാ വയ്യ. പറയില്ല. പറഞ്ഞാ തന്നെ കൊനിഷ്ടല്ലാതെ ഒന്നും ആ തിരുവായിൽ നിന്ന് വീടില്ലല്ലോ. അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലെന്നാ പറയുന്നേ. കുട്ടിയെ കൈപിടിച്ചങ്ങ് ഏൽപ്പിച്ചാ മതി. അങ്ങനെ കൈപിടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇത് കാളക്കച്ചവടമല്ല. ഏത് കൂട്ടരാണ്, എവിടത്തെയാണ് എന്നൊക്കെ അറിയണം. പയ്യന്റെ സ്വഭാവ വിശേഷം അതൊക്കെ മനസ്സിലാക്കണം. കുട്ടി തെച്ചിക്കാട്ടയാ. അതൊക്കെ തന്നെയല്ലേ ഇത്ര നേരം വാസുവേട്ടന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ MBBS ഡോക്ടർമാർ ലക്ഷങ്ങളും കാറും ചോദിക്കുന്ന കാലത്താ. MBBSന്റെ വലുപ്പമൊന്നും പറയണ്ട. ഒരുത്തിയെ ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അപ്പൊ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കുറവ് കാണും. മഞ്ചേശ്വരം സ്റ്റേഷനിലേക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കാം. അവിടെ നിന്ന് ആരെങ്കിലും പോയി തിരക്കട്ടെ. എന്റെ ധർമ്മേട്ട, പോലീസുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? അവർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്? അതിനിപ്പോ പോലീസുകാരുടെ സഹായം ഒന്നും ആവശ്യമില്ല. ഒരുത്തന്റെ വേറെ ബൂട്ട്സ് അറിയാൻ അതിപ്പോ മഞ്ചേശ്വരത്തായാലും പാറശാലയിലായാലും അച്യുതൻ കുട്ടിക്കുന്ന ആളുകളുണ്ട്. കേട്ടിടത്തോളം നല്ല ബന്ധമാ.
നീ ഒന്ന് സമ്മതം പറഞ്ഞ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. അപ്പോ അവരോട് വരാൻ പറയാല്ലേ? അച്ചുൻകുട്ടിയെ ആ, വന്ന് കേറണ ശ്രീയെ. ആ വന്നു കയറുന്ന ശ്രീയാണോ ചേട്ടയാണോ എന്നറിയാൻ. ആ വരട്ടെ. ഹോ എന്നെ മൂടാടിക്കാവില്ല. കുട്ടിക്കൊരു ആലോചന വന്നാൽ ഒരു നാട്ടെടുപ്പില്ലേ എന്നെ ഒന്ന് വിളിപ്പിക്കാന്നുള്ളത്? ഇപ്പൊ ഇത്ര ക്ഷീണകാല തെച്ചിക്കാട്ടുകാർക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഒരു ഡോക്ടർ എങ്ങനെ വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ടാവൂ എന്റെ പെങ്ങളുടെ കുട്ടിയാന്ന്. പിന്നെ തീരെ ചാൻസ് ഇല്ലല്ലോ. അച്യുതം കുട്ടി ഒരു അരസമ്മതം മൂടി നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കുളം കലക്കണ്ട. ഇവിടം വരെ എത്തിയല്ലോ, ഭാഗ്യം. നിനക്ക് കമ്മീഷൻ കിട്ടോ ഡോക്ടറുടെ കയ്യിന്ന്? അത് വേണ്ടേ, നിന്റെ ഇന്ന് വാങ്ങും. കിട്ടും എന്റെ കയ്യിന്ന്. അതെ, കാപ്പി എടുക്കാറായോ? ഇത് ശാരദ എടുത്തേ, എനിക്ക് വയ്യാട്ടോ ഈ ഒരുങ്ങിക്കെട്ടലും കാപ്പി കൊടുക്കലും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ചിലരുണ്ട് ഇവിടെ. ആ ഒന്ന് ചോദിക്കാൻ മറന്നു. ആ എവിടെ? ആരെ? പഴനിമല പാൽക്കാവടി. നിക്ക്, ദാ വരണു. ആലോചനകൾ പലതും വന്നതാ. തെച്ചിക്കാട്ടുകാരുമായൊരു ബന്ധം മോഹമുണ്ട് പലർക്കും. പക്ഷേ നമ്മുടെ സ്ഥിതിക്കും നിലയ്ക്കും ചേരണ്ടേ? ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും ഇത് തന്നെ ഇപ്പൊ ഞാൻ യെസ് പറഞ്ഞത്. പയ്യനും പെണ്ണും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയതുകൊണ്ടാ. ഹെൽത്ത് എന്ന് പറയുമ്പോ മിനിസ്റ്ററിന്റെ സ്വന്തം ആളാ. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ ജോലിക്കാൻ വിടുന്നത്. കുട്ടികൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരുത്തേ ഞാൻ മെഡിസിൻ അയച്ചു. ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു സർവീസ് ആണല്ലോ. അപ്പൊ സ്വദേശം അങ്ങ് വടക്കാണല്ലേ? നിങ്ങളും ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? അലോപ്പതി തന്നെയാണോ? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പേരുള്ള ആളായിരുന്നു. അത് റിസൈൻ ചെയ്തു. ഇപ്പൊ നാട്ടിൽ തന്നെ ചെറിയൊരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതേതായാലും നന്നായി. അയ്യോ അത് വേണ്ടായിരുന്നു. നാട്ടിലൊക്കെ പണിയെടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? പണമല്ല, മനസ്സിന്റെ തൃപ്തി, അതാ വലുത്. ആ കാര്യത്തിൽ തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി നിങ്ങൾ ഒരേ സ്റ്റാൻഡിലാണ്. പണത്തിന്റെ വലിപ്പം പറഞ്ഞ് ചിലരി പടിയേറി വന്നിട്ടുണ്ട് പെണ്ണും ചോദിച്ച്.